സെക്കൻഡ്സും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം എൻ്റെ ഒരു ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അപ്പോൾ ആദ്യം ക്ലോസിങ് ക്യാപിറ്റൽ എഴുതുക. ക്ലോസിങ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് പ്ലസ് ചെയ്യുക. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ അവർ വിഡ്രോ, അതായത് ഇപ്പോൾ എൻ്റെ ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണല്ലോ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ? അതെ ആണ്. അപ്പോൾ ക്ലോസിങ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് അത് പ്ലസ് ചെയ്യുക. മൈനസ് അഡീഷണലായിട്ട് ക്യാപിറ്റൽ അവരെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. പിന്നെ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 3370. അപ്പോൾ ഇങ്ങനത്തെ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ക്ലോസിങ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ച് വെക്കണേ. മേ ബി ഈ ക്വസ്റ്റ്യനൊക്കെ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇതുപോലെ തന്നെ വേറെ ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, അതും വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ വരുന്ന പ്രോബ്ലമാണ് കേട്ടോ. കാരണം അതിൽ ഇനിയും ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും അതിന് ക്വസ്റ്റ്യനായിട്ട് വരില്ല. ആ പ്രിഫറൻസ് ഷെയർസ് ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഒട്ടുമിക്ക ക്വസ്റ്റ്യനും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അതിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചോളൂ. കാരണം തിയറി ക്വസ്റ്റ്യനൊക്കെ അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ വർഷം എങ്ങനെയാണെന്നറിയില്ല, ലാസ്റ്റ് ഇയർ വരെ അങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുന്നതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ക്ലോസിങ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ അവർ തരും. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണേ. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ക്യാപിറ്റൽ, ക്ലോസിങ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നിട്ട് പ്രോഫിറ്റ് കാണും. മേ ബി ഇങ്ങനെ വരാനും സാധ്യതയുണ്ട് 2 മാർക്കിനൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. താങ്ക് യു.